UAE-യിൽ വധശിക്ഷയ്ക്ക് വിധേയരായ മലയാളികളുടെ മൃതദേഹം നാട്ടിൽ എത്തിക്കില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മൃതദേഹം കാണാൻ ബന്ധുക്കൾക്ക് അവസരമൊരുക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മലയാളികളായ മുഹമ്മദ് റിനാഷ്, മുരളീധരൻ എന്നിവരെയാണ് UAE വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, ഏതായാലും മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. ഇനി അവസാനമായി ബന്ധുക്കൾക്ക്, ഉറ്റവർക്ക് ആ മൃതദേഹം ഒരു നോക്ക് കാണുകയാണ് വേണ്ടത്. അതിനുള്ള അവസരം ഒരുക്കുമോ വിദേശകാര്യ മന്ത്രാലയം? എന്താണ് ഇവരെ, ബന്ധുക്കളെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും നടപടികളാണോ നോക്കുന്നത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ശരത്? ലക്ഷ്മി പത്മ, UAE-യിലെ നിയമമനുസരിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ ഭൗതിക ശരീരം വിട്ടു നൽകില്ല. UAE സർക്കാർ തന്നെ അത് സംസ്കരിക്കും. ഇതാണ് UAE-യിലെ നിലവിലുള്ള നിയമം. എന്നാൽ ഇത് സംബന്ധിച്ചിട്ട് ബന്ധുക്കൾക്ക് ഭൗതിക ശരീരം കാണാനുള്ള അവസരം ഒരുക്കാൻ വേണമെന്ന് ഇന്ത്യൻ എംബസി, അബുദാബിയിലെ ഇന്ത്യൻ എംബസി വഴി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുവരെ ഇത് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം മുസ്ലിം നിയമമനുസരിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്കരിക്കണം. എന്നാലും ഇക്കാര്യത്തിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ നിയമം അനുസരിച്ച്, അല്ല ആവശ്യമനുസരിച്ച് മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് UAE അധികൃതർ തയ്യാറായിട്ടുണ്ട്. അടുത്ത ബന്ധുക്കൾക്ക് മൃതദേഹം അന്ത്യദർശനം നടത്താനുള്ള അവസരം ഒരുക്കുമെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള നിർദ്ദേശം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ എംബസിക്ക് നൽകിക്കഴിഞ്ഞു. അവസാനമായിട്ട് ബന്ധുക്കൾക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കാനാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് UAE അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ബന്ധുക്കൾ ഇന്ത്യൻ എംബസിയുമായി, അബുദാബിയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടാൽ ഇത് സംബന്ധിച്ച എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളും ഒരുക്കുമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അല്പം മുമ്പേ നമ്മളോട് വ്യക്തമാക്കിയത്. ഏതായാലും മൃതദേഹം വിട്ടുകിട്ടുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അബുദാബിക്ക് പുറത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്, വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടവരുടെ മൃതദേഹം കൊണ്ടുപോകുന്നത് അബുദാബി നിയമപ്രകാരം അനുവദനീയമല്ല. എന്നാൽ അബുദാബി രാജാവിന് ഈ നിയമത്തിൽ വേണേൽ ഇളവ് വഹിക്കാം. കാരണം മുരളീധരൻ്റെ കാര്യത്തിൽ അമുസ്ലിം ആയതുകൊണ്ട് തന്നെ ഈ മൃതദേഹം വിട്ടുകിട്ടാൻ വേണ്ടി ബന്ധുക്കൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ശ്രമം നടത്താം എന്നും അനൗദ്യോഗികമായിട്ട് വിദേശകാര്യ മന്ത്രാലയം വ്യക്തങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികപരമായിട്ട് UAE അറിയിച്ചിരിക്കുന്നത് വധശിക്ഷ വിധിക്കപ്പെട്ടവരുടെ ഭൗതിക ശരീരം UAE തന്നെ മറവ് ചെയ്യും എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ UAE-യിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടവരുടെ മൃതദേഹം ഏതായാലും നാട്ടിൽ എത്തിക്കാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ബന്ധുക്കൾക്ക് അവസാനമായി കാണാൻ അവസരം ഒരുങ്ങിയേക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ ഡൽഹിയിൽ നിന്ന്.